ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് എല്ലായിടത്തും ചർച്ചയാവുന്നത്. ഒരുപാട് പേര് വന്നിട്ട് അവരുടെ തുറന്നു പറച്ചിലുകൾ, ആരോപണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. ന്യൂസ് ചാനലുകൾ ഇപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞാലും ഹേമ കമ്മിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു ബൈറ്റ് അവരെടുക്കും. പ്രത്യേകിച്ച് സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതായിരിക്കും. അപ്പം ഞാൻ ഇന്ന് 2 റെസ്പോൺസുകളെ കുറിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്നിപ്പോൾ കുറേ ട്രോളുകളായിട്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും. ഹേമയിൽ പ്രതിയാവുമോ മോളെ, അച്ഛൻ്റെ വാതിലിൽ മുട്ടല്ലേ, സ്വന്തം മകൾ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന ബോധം പോലും ഇല്ലാത്ത നല്ല ബെസ്റ്റ് തന്ത, അത്ര ബോധമേ കാണുള്ളൂ, അതല്ലേ അവനെ BJP പാർട്ടിയിലെടുത്തത്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നീ വാതിലിലൊന്നും മുട്ടല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിച്ച് നടൻ കൃഷ്ണകുമാർ. ഓക്കെ, അപ്പം നടൻ കൃഷ്ണകുമാറിൻ്റെ ഒരു വീഡിയോ, ആ നടൻ കൃഷ്ണകുമാറിൻ്റെ വീഡിയോ വന്നത് സിന്ധു കൃഷ്ണ, അതായത് വൈഫ് ഇട്ട ഒരു വ്ളോഗ് വീഡിയോനകത്താണ്. എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാതെ അങ്ങനെ എടുത്തിട്ടതാണ് അവരുടെ വീഡിയോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ. പ്ലീസ് എക്സ്ക്യൂസ് എ ഫ്യൂ എഡിറ്റിംഗ് മിസ്റ്റേക്സ്. ദർ ഈസ് എ വോയിസ് ഓവർ of mine which got messed up and is somewhere in between. I edited my videos mostly when I am in the car going up and down to pick Hansu. I get so many calls in between when I come back for the edit. I messed up a bit. I know you all don't expect perfection from my videos, but still I thought I will just pin it down എന്ന് പറഞ്ഞിട്ട് അവരിത് പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അവരവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് കൃഷ്ണകുമാറിന് ഇത്ര ട്രോള് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. നീ ഓരോന്നും പറയില്ലേ, ഓരോ കമ്മീഷനൊക്കെ വന്നോണ്ടിരിക്കുന്ന കാലം, ചുമ്മാ കല്യാണം മറ്റൊന്നും പറഞ്ഞോണ്ടിരിക്കില്ലേ. നീ എന്റെ വാതിലൊന്നും മുട്ടല്ലേ ഞാൻ അവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ല, ബട്ട് സ്റ്റിൽ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു സ്മൈൽ. ഓക്കെ, അപ്പോ ഹേമ കമ്മീഷനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ. ആൻഡ് കൃഷ്ണകുമാർ വൈഫിനോട് പറയുന്നുണ്ട്, ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നീ വാതിലൊന്നും വന്ന് മുട്ടല്ലേ. കൈൻഡ് ഓഫ് സർക്കാസ്റ്റിക് സാധനം. ഓക്കെ, കേൾക്കുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചേടാ ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഇയാൾ മറ്റേ കമ്മീഷൻ വാതിലിൽ മുട്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്ത് ഇങ്ങനെ. ഓക്കെ, ഓസിക്ക് അറിയില്ല, എന്താണെന്ന് മനസ്സിലായില്ല. ഓസിക്ക് ഓരോ പേഴ്സൺ അപ് ടു പേഴ്സൺ ആണ്, അറിയാം അറിയാതിരിക്കാം. കാരണം ഓസി എന്ന് പറയുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ ബോധേഡ് ഒരു സിറ്റുവേഷൻ ആണോ ഇത് എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെയാണ് ഓസീൻ്റെ കേസ് കാണുന്നത്. കാരണം കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരാ ബിസി ആയിരിക്കും, പക്ഷെ പറ്ററിയാതിരിക്കൊന്നുമില്ല. പക്ഷെ ഇവർ ഈ ഇൻഡയറക്റ്റ് സാധനം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ മാത്രം എനിക്ക് തോന്നുന്നില്ല ഓസി അത് പെട്ടെന്ന് മനസ്സിലാക്കും എന്നുള്ളത്. പക്ഷേ ഓസി എന്ന് പറഞ്ഞാൽ ദിയ കൃഷ്ണ, ഈ പറഞ്ഞ കൃഷ്ണകുമാർ ഇതിലൊരു എന്താ പറയുക, ഒരു കളിയാക്കൽ ചോഴയിലൊരു സർക്കാസ്റ്റിക് സാധനം അടിക്കുന്നുണ്ട്. യൂഷ്വലി ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു കുറച്ച് പേര് ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ വെരി പേഴ്സണൽ പ്രൈവറ്റ് സ്പേസിനകത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ ടോക്കുകൾ വരാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ, അതിനി എന്തിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ നമ്മളെല്ലാ മനുഷ്യന്മാരും സംസാരിക്കും. എപ്പോഴും എല്ലാവരും ഒരേ സാധനത്തിന് മുകളിൽ ഒരു സീരിയസ് മോഡ് പിടിക്കാൻ സാധ്യത കുറവാണ്, അല്ലേ? കുറവായിരിക്കും, മനുഷ്യനാണ്. പക്ഷെ ഇതൊരു വ്ളോഗ് എടുക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ഒരു വ്ളോഗിനകത്ത് അവിടെ ക്യാമറ ഉണ്ട്, അതിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സംസാരം ആൻഡ് അത് വെട്ടി മാറ്റണമായിരുന്നു. ലൈക്ക് അവരുടെ കാഷ്വൽ ടോക്കാണ് അവരുത്. ഇതാണെങ്കിൽ ആ ഒരു സാധനം വ്ളോഗിലിട്ട് ഈ ഒരു സാധനം നാട്ടുകാരുടെ മുന്നിൽ കാണുമ്പോൾ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രത്തോളം ചർച്ചയായിട്ട് ഇത്രയും സഫർ ചെയ്ത ആളുകൾ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അതിലിപ്പോഴും ഒരു വാലും തുമ്പൂല നടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സർക്കാസം, അതും ഒരു പൊളിറ്റീഷ്യൻ കം ആക്ടറായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ നിന്ന് ആരും പ്രതീക്ഷിക്കില്ല. അപ്പം പിന്നെ എയർ ഉറപ്പാണ്, കൺഫേം ആയിട്ട് കൃഷ്ണകുമാർ എയറിന് പോകാനുള്ള സാധനം തന്നെയാണ് ഇത്. അത് എയറിൽ പോവുകയും ചെയ്തു അങ്ങേര്. ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൃഷ്ണകുമാർ കൊടുക്കുന്നുണ്ട്, അത് കേൾക്കണേ. പേര് പറഞ്ഞിട്ടില്ലാത്തടത്തോളം ഞാൻ പക്ഷെ താങ്കളുടെ ഭാര്യ അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഓസിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്നതിൽ നിന്ന് അത് അണ്ടർസ്റ്റുഡ് അല്ലേ? ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്ക്. ഹേമ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, താങ്കൾ ഉപയോഗിച്ചിട്ടില്ല. താങ്കളുടെ വൈഫ് അതിൽ പറയുന്നുണ്ട് ഓസിക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നല്ലേ പറയുന്നത്. ഈ റിപ്പോർട്ടിനെ പറ്റി അറിയത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വന്ന സിനിമയിൽ നിന്ന് വന്ന റിപ്പോർട്ട് ഏതാണ്? ഈ റിപ്പോർട്ട് മാത്രമേ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പറയരുത്. കാരണം
ഈ കമ്മിറ്റി ഈ റിപ്പോർട്ടിനെ പറഞ്ഞിട്ടുള്ളത്, അതായത് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് ഞാനും പറഞ്ഞു. പിന്നെ താങ്കൾ ഓക്കെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഏത് റിപ്പോർട്ടിനെയാണ് പരാമർശിച്ചത്? അപ്പോൾ എത്രയോ റിപ്പോർട്ടുകൾ ഏത് റിപ്പോർട്ട്? പറയണമെന്നില്ല, എനിക്ക് 56 വർഷമുണ്ട്, 100-150 റിപ്പോർട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ ശരി, എന്നാ നിങ്ങൾ പറയാം ഏത് റിപ്പോർട്ടാണ്? എന്തൊക്കെ റിപ്പോർട്ടുകളാണ് അപ്പൊ? എന്ത് റിപ്പോർട്ടാണെന്ന് പറയൂ സാർ. റിപ്പോർട്ട് വന്നിട്ടുണ്ട്, വെള്ളപ്പൊക്കത്തിന്റെ റിപ്പോർട്ട് എടുക്കൂ. വെള്ളപ്പൊക്കത്തിന്റെ റിപ്പോർട്ടിനെയാണോ താങ്കൾ ഇപ്പോൾ പരാമർശിച്ചത്? എന്നാലിപ്പോ ഒരു സെക്കൻഡ് സഹോദരി, ഞാൻ തിരിച്ചു വിളിക്കാം. എങ്ങനെ ഇരിക്കുന്നു? ഉരുണ്ട് 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 ലാസ്റ്റ് നാളെ കൃഷ്ണകുമാറിന് വല്ല റിപ്പോർട്ടും പോയി നോക്കേണ്ടി വരും. ഇനിയിപ്പോൾ കൃഷ്ണകുമാറിന്റെ അവസ്ഥ എന്നുള്ള ആ രീതിക്ക് എയറിൽ പോയി. ഈ ഉരുളലാണെന്നുണ്ടെങ്കിൽ ഈ ഉരുളലും കാര്യങ്ങളൊന്നും ഇവിടെയും തീരുന്നില്ല. കൃഷ്ണകുമാറോട് റിപ്പോർട്ടർ ചാനലിൽ ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അവിടെ കടന്ന് ഉരുണ്ടിട്ടുണ്ട്. ഞാനത് വളരെയധികം പറഞ്ഞിരുന്നത്, ആക്ച്വലി പറഞ്ഞത് ഏകദേശം 8-9 മിനിറ്റ് ഉണ്ടായിരുന്നു, അതിനെ എഡിറ്റ് ചെയ്തത്. അതിനകത്തൊരു വിഷയം പറഞ്ഞുതരാം. ഈ കമ്മിറ്റി റിപ്പോർട്ട് നല്ല റിപ്പോർട്ടാണ്. പക്ഷേ എനിക്കിന്ന് പ്രായം 56. വളരെയധികം കാലത്തോളമായി നമ്മൾ പല വിഷയങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ ഓരോ കമ്മിറ്റികൾ പഠന റിപ്പോർട്ട്, വിദേശ പര്യടനം നടത്തുന്നു, ഈ കാര്യങ്ങൾ പഠിക്കാൻ എന്നൊക്കെ പറയും. ഒരിക്കലും ഒരു നടപടി ഉണ്ടായി കണ്ടിട്ടില്ല, ഒരു ശിക്ഷയിലോട്ടും പോയിട്ടില്ല. അതുകൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് നാളെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പോകും. ഇതെല്ലാം ഒരു തമാശയായി കാണുകയാണ്, തമാശയായി മാറുക തന്നെ ചെയ്യും. ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു സംഭവമായിട്ട് പോകുന്നു. ഈ സമയത്ത് ആക്ച്വലി പറഞ്ഞാൽ കേരളം ഒന്നാകെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി മുമ്പ് ആരും കൊടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇത്രയും വിശദമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയവും മതവും മറ്റും നോക്കാതെ ഒന്നിച്ചു നിൽക്കണം സിനിമാ പ്രവർത്തകരും സർക്കാരിനകത്ത് ബന്ധപ്പെട്ടവർ. കാരണം ഇന്നത്തെ സർക്കാരിന് ഇത് നടപടിയെടുക്കാൻ കഴിയും. കാരണം ഇത്രയും ബഹുഭൂരിപക്ഷത്തോടെ ഇരിക്കുന്ന സർക്കാരാണ്. മറ്റ് കക്ഷികളൊന്നും ഭയക്കേണ്ട കാര്യമില്ല, നടപടി എടുക്കാൻ പറ്റും. പക്ഷേ ഈ നടപടി വൈകുകയോ അല്ലെ എടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ സംശയത്തിൽ നിൽക്കുകയാണ്. ആരൊക്കെയോ ഇതിനകത്തുണ്ടെന്നുള്ളൊരു വലിയ സംശയം നമുക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് കളിയാക്കുന്ന രീതിയിലൊരു സംസാരം ബ്ലോഗിൽ വന്നല്ലോ എന്ന് സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ ചോദിച്ചപ്പോൾ അങ്ങേര് ഇവിടെയും തൊടുന്നില്ല അവിടെയും തൊടുന്നില്ല, ഈ ഉരുളൽ സംഗതി അമ്പലത്തിൽ പോയി ഉരുണ്ട് നല്ല എക്സ്പീരിയൻസ് കാണും. പക്ഷെ ആ ഉരുളൽ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലിലൊക്കെ കടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ നിങ്ങൾ ഏറൊന്നും ഇറങ്ങൂല മനുഷ്യ, മനസ്സിലായി? അത് ആദ്യം പറയുക. ഞാൻ വീട്ടിൽ കാഷ്വലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് നമ്മളെ പ്രൈവറ്റ് സ്പേസിലിരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിച്ചതാണ്. സീരിയസ് മാറ്ററാണ്. പക്ഷേ സംസാരിച്ച് പോയി, തെറ്റുപറ്റിപ്പോയി, വെരി സോറി. ബിക്കോസ് അത് വ്ളോഗിൽ വന്നു. 8 മിനിറ്റ് സംസാരം ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തതാണ്, കട്ട് ചെയ്യാൻ മറന്നതാണ്. അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ പേരെന്താന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ന്യൂസ് ചാനലിൽ കയറിയിരുന്നിട്ട് നിങ്ങൾ വളരെ ആധികാരികമായിട്ട് ഇത് നല്ല റിപ്പോർട്ടാണ്, ഇതിൽ പറയുന്നതെല്ലാം നല്ലതാണ്, പെട്ടെന്ന് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകളുടെ അടുത്ത് അത് ഏൽക്കാൻ പോകുന്നില്ല. ബിക്കോസ് അത് മറ്റതെല്ലാം ആളുകൾ കണ്ടുപോയി. പിന്നെ ഇപ്പോൾ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ആദ്യം സോറി പറയുക, ഇറ്റ് ഹാപ്പൻഡ് ഫ്രം മൈ സൈഡ്, അത് പോട്ടെ. കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിനായിട്ടും ഇരുന്ന് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും സർക്കാസ്റ്റിക്കായിട്ട് പല സിറ്റുവേഷനെ കുറിച്ചും പല വ്യക്തികളെ കുറിച്ചും പറയും. അങ്ങനെ കണ്ടാൽ മതി. അത് വ്ളോഗിൽ വന്നതിന് സോറി എന്ന് പറഞ്ഞ് വിടുന്നതിന് വരെ ഇങ്ങനെ ഉരുണ്ട് കഴിഞ്ഞാൽ എയറേഷാവും. എയറേഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ കമൻറ്റ് ബോക്സ് പൊങ്കാലി പൂക്കാവടിയായിരിക്കും പരിപാടി. എന്താണെങ്കിൽ അത് കൃഷ്ണകുമാറിൻ്റെ ആ ഒരു കാര്യം അങ്ങനെ പോട്ടെ. ഞാൻ വേറൊരു റെസ്പോൺസ് ഇന്ന് കണ്ടു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ആക്ടർ ഇന്ദ്രൻസ് ആണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇടയ്ക്ക് എരിവും പുളിയും ഒക്കെ വേണ്ടേ, പരാതികൾ അന്വേഷിക്കട്ടെ, ഞാൻ ആരുടെയും വാതിൽ മുട്ടിയില്ല. ഇന്ദ്രൻസ് ഇത് പറഞ്ഞപ്പോൾ തന്നെ രാവിലെയാണ് ഈ ഒരു ക്ലിപ്പ് വന്നത്. അപ്പോൾ തന്നെ ഞാൻ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ ചേട്ടാ എന്ത് ഇന്ദ്രൻസേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്. ആ കമൻറ്റ് ബോക്സിൽ മൊത്തം ഇങ്ങേർക്ക് സപ്പോർട്ടാണ്. ഈ പാവത്തിൻ്റെ അടുത്തേക്ക് മൈക്കും കൊണ്ട് എന്ത് ചൊല്ലുന്നു, ഈ പാവത്തിനോട് എന്തിനു ചോദ്യം ചോദിക്കുന്നു, ആ പാവത്തിനെ വെറുതെ വിടൂ. ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ വ്യക്തി സൊസൈറ്റിക്ക് മുന്നിൽ ഒരു പാവം, ഭയങ്കര എളിമയുള്ള, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള, അങ്ങനെ തന്നെ ലൈക്ക് അതാണ് മൂപ്പരുടെ ഒരു ഇമേജ്. ഓക്കെ, ആ ഒരു ഇമേജ് ഇപ്പോൾ ഇന്ദ്രൻസ് പറഞ്ഞ ആക്ടറിനെ കുറിച്ചുള്ള ഒരു ഇമേജും കൂടി നിങ്ങളെ മനസ്സിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മേ ബി ആ ഒരു ഇമേജുള്ള വ്യക്തി ആയതുകൊണ്ടാണോ സൊസൈറ്റി ഇതിനോടൊന്നും പറയാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിപ്പോൾ ഇതിപ്പോൾ കൃഷ്ണകുമാറാണ് ഇപ്പോൾ ഈ ഇന്ദ്രൻസ് പറഞ്ഞ ഡയലോഗ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാർ എയറല്ല, സ്പേസും അല്ല, അടുത്ത ഗാലക്സിയിൽ നിന്ന് പോയി അവിടുന്ന് അങ്ങനെ വിട്ടു വല്ല ബ്ലാക്ക് ഹോളും കയറി പോയിട്ടുണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടേ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങയുടെ പ്രതികരണം എന്താണ്? ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പത്രത്തിലൂടെയൊക്കെ അറിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണുണ്ട്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിവും പുളിയും ഒക്കെ വേണ്ടേ, അതിനു വേണ്ടിയാ. അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല. ആർക്കും ദോഷം വരില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണ്ട. ഇതൊക്കെ ഒരു എരിവും പുളിയാണ്.
ഈ കുറേ ആളുകളുടെ എന്താ പറയുക അവരുടെ ആ ഒരു ട്രോമ വന്ന് അവിടെ കൊടുത്ത് അത് പറഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തി, പൊതുജനം അത് അറിഞ്ഞു, എന്നിട്ടും ആ കാര്യത്തിലൊരു തീരുമാനം ആവുന്നില്ല എന്ന് പറയുമ്പോഴും അങ്ങേര് വളരെ കൂളായി ഇന്നസെൻ്റ് ആണ്, അങ്ങേര് ഭയങ്കര പാവമാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും എത്ര വർഷമായി ഇൻഡസ്ട്രിക്കകത്ത്? ഇന്ദ്രൻസ് പറഞ്ഞ വ്യക്തി എത്ര വർഷമായി ഇൻഡസ്ട്രിക്കകത്ത്? അതും ഏത് രീതിയിലാണ് ഇൻഡസ്ട്രിയിൽ ഇങ്ങേര് വന്നതെന്നും ഇപ്പോൾ ഒരു ആക്ടറായിട്ട് വന്നിരിക്കുമ്പോൾ ശരിയാണ് അങ്ങേരെ ഒരു സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നുമില്ല, അങ്ങേർക്ക് ഇതിനെക്കുറിച്ച് വലിയ എന്താ പറയുക ഐഡിയ കാണില്ല. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ആ റിപ്പോർട്ട് പഠിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഞാൻ അത് കുറച്ചും കൂടി അറിഞ്ഞിട്ട് പറയാം എന്നൊക്കെ പറയാം, ഇല്ലേ? അങ്ങനെയൊക്കെ പറയാം. ഇനിയിപ്പോൾ ഇങ്ങേരിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ്സ് ഒക്കെ കുറവാണ്, പത്രങ്ങളിലൂടെ മാത്രമാണ് കാര്യങ്ങൾ അറിയുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ദിവസമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാവാൻ തുടങ്ങിയിട്ട്. നേരത്തെ OC-യുടെ കേസിൽ, അതായത് ദിയാകൃഷ്ണയുടെ കേസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവരുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഡെയിലി വ്ളോഗ് കാര്യങ്ങൾ, അവരുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ എൻഗേജ്മെൻറ്റ്, കല്യാണങ്ങൾ, അങ്ങനത്തെ പരിപാടിയായിട്ട് അവർ എൻഗേജ്ഡ് ആണ്. ഇത് സിനിമയിൽ തന്നെ ഉള്ള ഒരാളാണ്, ഇത്ര കാലമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, സിനിമയെക്കുറിച്ച് എല്ലാം അറിയുന്ന വ്യക്തി, സിനിമയുടെ പല തലത്തിൽ നിന്ന് വന്ന് ഇവിടെ എത്തിയൊരു വ്യക്തി സിനിമയിൽ. ഈ വ്യക്തി എരിവും പുളി എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഇങ്ങേര് പാവമാണ്, അയാൾ പാവമായിക്കോട്ടെ, ഇന്ദ്രൻസ് പറഞ്ഞ വ്യക്തി പാവമായിക്കോട്ടെ, ഇന്ദ്രൻസ് പറഞ്ഞ വ്യക്തി വളരെ ഇന്നസെൻറ്റ് ഫേസ് ആണ്, എല്ലാമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് ഇന്ദ്രൻസ് അല്ല പറഞ്ഞ, ഇന്ദ്രൻസിന് പകരം ഈ പറഞ്ഞ വേറെ ആരെങ്കിലും ഒരു സോക്കോൾഡ് ഈ മൈക്കും കൊണ്ട് ചെല്ലുന്ന ഏതെങ്കിലും ഒരു സിനിമാ നടനോ ഒരു രാഷ്ട്രീയക്കാരനോ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, കൃഷ്ണകുമാർ തന്നെയാണ് എരിവും പുളിയും പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൊസൈറ്റി അയാളെ വെറുതെ വിടൂ. അപ്പോൾ കൃഷ്ണകുമാർ അവിടെ ബ്ലോഗിനകത്ത് ഒരു സർക്കാസം പോലെ കുറേ സാധനങ്ങൾ പറഞ്ഞു, അയാളെ പിടിച്ച് ഇറക്കിയിട്ട്. ഇത് പബ്ലിക്കായിട്ട് മൈക്കും കൊണ്ട് വരുമ്പോൾ ഇത് എരിവും പുളി എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻസ് പറയുമ്പോൾ ഇന്ദ്രൻസ് ഒരു നല്ല മനുഷ്യൻ. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സീരിയസ് ആയിട്ട് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇതിന് ഇന്ന തെറി വിളിച്ചിട്ടും കാര്യം എനിക്കത് ആക്സെപ്റ്റബിൾ അല്ല. അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും. അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ്. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. അങ്ങ് കുറേ വർഷമായിട്ട് ചലച്ചിത്ര മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും വന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? അതറിയില്ല, സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല. നമുക്കറിയില്ല, നമുക്ക് ഇതിന്റെ ഉള്ളു. പിന്നെ ഉറപ്പല്ലേ, അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം അല്ലേ, പിന്നെ നല്ലതല്ലേ. രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി നടി. ചലച്ചിത്ര അക്കാദമിയുടെ എതിർസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം. ആർക്ക് വേണ്ടി എന്ന് പറയാമല്ലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നതും അതല്ലേ, നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും. അങ്ങനെയുള്ളവരെ കുറിച്ച്, നേർസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരൽ ചൂണ്ടുമ്പോഴല്ലേ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല, അതുകൊണ്ട് പറയുന്നത്. എതിർസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത്. അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ്. ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്ന് നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല, അവർ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ വിടുവോ അവരെ? നമുക്ക് നോക്കാം. മോശം അനുഭവം പറയുമ്പോഴേ അക്കാര്യത്തിലുള്ള നടപടി കാര്യക്ഷമമായി ഉണ്ടാകണമെന്നുള്ളതല്ല, അതങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ നിയമവ്യവസ്ഥിതിയൊക്കെ അത്രയും ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. പ്രതീക്ഷ തന്നെയാണ്, നല്ല ശുഭപ്രതീക്ഷയാണ് എല്ലാത്തിലും. സർക്കാർ ഇടപെടണമെന്ന് അങ്ങ് പറയുകയാണ്. സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ, അവര് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ വ്യക്തി മലയാള സിനിമയിൽ ആരെങ്കിലുമൊക്കെ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ പോകുന്നു, അഭിനയിക്കുന്നു, റെമ്യൂണറേഷൻ വാങ്ങുന്നു, തിരിച്ചു വരുന്നു. പുതിയ നടിമാരെക്കുറിച്ചും അറിയില്ല, ഹേമ കമ്മിറ്റിയെക്കുറിച്ചിട്ടും അറിയില്ല. തലപ്പത്തിരിക്കുന്നവരെ കാര്യമൊക്കെ പറഞ്ഞ്, രഞ്ജിത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ വിരൽ ചൂണ്ടി എന്തെങ്കിലും പറഞ്ഞാലല്ലേ 10 ആൾ ശ്രദ്ധിക്കും എന്നുള്ള കാര്യം അതങ്ങനെ കമൻ്റ് അടിച്ചു അവിടെ. അങ്ങനെ പിന്നെ അപ്പോൾ ബാക്കിലുള്ള റിപ്പോർട്ടർ അത് തിരുത്തിയിട്ട് പറയുന്നു, അങ്ങനെയല്ല, അവരുണ്ടായ അനുഭവങ്ങളല്ലേ അവർ പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത് നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ കണ്ട് വീഴാൻ വിടും, അങ്ങനെയൊക്കെ ഒരു ഉഴപ്പൻ സാധനം പറഞ്ഞിട്ട് പോകുന്നു. അല്ലെങ്കിൽ ആദ്യം മൈക്ക് കാണുമ്പോൾ ഇന്ദ്രൻസിന് പറയായിരുന്നു. എനിക്കിതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ഓക്കെ,
അങ്ങനെ അതൊന്നും അതുപോലൊരു സാധനം പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു കാര്യം പറയരുത്. പക്ഷെ എനിക്കത് പേഴ്സണലി ഒട്ടും എനിക്ക് ആക്സെപ്റ്റബിൾ അല്ല. കാരണം ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത്. കാരണം സിനിമാ ഫീൽഡിലുള്ള ഒരാളാണ്. ഫ്രണ്ട്സ് മൊത്തം ഒരു സിനിമാ സർക്കിളിലുള്ള ആളുകളായിരിക്കും. വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ഒരു മനുഷ്യൻ. എന്നിട്ടും ഓക്കെ, ഇപ്പം എല്ലാ നടന്മാരെയും നടിമാരെയും അറിയണമെന്നൊന്നുമില്ല, അതൊന്നും ആരും പറയുന്നില്ല. പക്ഷെ സിനിമയായിട്ട്, മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബോംബ് മാതിരി, ന്യൂക്ലിയർ ബോംബ് മാതിരി പൊട്ടിയൊരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ ഭയങ്കര ഞെട്ടലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് ഞെട്ടി, കുറേ പേര് ഞെട്ടിയില്ല. ഇനി എത്ര ആൾ ഞെട്ടും എന്നുള്ളതും നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഒരു ABCD എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ എരിവും പുളിയും വേണ്ട എന്നുള്ളൊരു ചോദ്യവും ചോദിച്ച് 2 ചിരിയും ചിരിച്ചിട്ട് ലൈക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവുമോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അവോയ്ഡ് ചെയ്ത പോലെ ആവുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ലത് ഉത്തരം പറയാതിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഈ ഇന്ദ്രൻസ് പറഞ്ഞ ഈ ഒരു ഫേസ്, ഈ ഒരു വ്യക്തിക്ക് പകരം ഇന്ന് അവിടെ വേറെ ഏതെങ്കിലും ഒരാളാണ് നിന്നിട്ട്, സിനിമാക്കാരനാണ് നിന്ന് സംസാരിച്ച് ഇതേപോലെ എരിവും പുളിയും പറഞ്ഞ് ഇതേപോലെ സർക്കാസ് പഠിച്ച് ഞാൻ കൊട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ട്, ഇപ്പം ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യം അറിയില്ല, അത് വേറൊരു എക്സ്ട്രീമാണ്, അത് വിട് പോട്ടെ. വേറെ ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെയാണ് നിന്ന് പറഞ്ഞതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, RIP അടിച്ച് പെട്ടിയിലെ അവസാനത്ത് ആണി അടിച്ചിട്ട് സോഷ്യൽ മീഡിയ പോകും. ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കേസിൽ ഒന്നുമില്ല. കമൻറ്റ് ബോക്സൊക്കെ വെരി ക്ലീൻ. അയാൾ പാവം, അയാൾ ഇന്നസെൻ്റ് ആണ്, അയാൾ പാവമാണ്, നിഷ്കളങ്കനായ മനുഷ്യൻ, വളരെ പാവം മനുഷ്യൻ. പാവം മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാമെന്നോ. ലൈക്ക് എനിക്കിതൊട്ടും, ഞാൻ പറഞ്ഞല്ലോ, ഇത്ര സിനിമയിലുള്ള ആളായിട്ട് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒഴിഞ്ഞു മാറുന്നു. അതായത് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല. എനിക്ക് ഇന്ന സിനിമകളും കാര്യങ്ങളൊക്കെ ഇപ്പം നന്നായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങൾക്കൊന്നുമില്ല. ഞാൻ ഒരു സൈഡിൽ കൂടി സിനിമയൊക്കെ അഭിനയിച്ച് ഞാൻ ആ വഴിക്ക് പോട്ടെ, പ്രശ്നങ്ങളെ വഴിക്കും പോട്ടെ. ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ പേരിൽ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ആ പ്രശ്നക്കാരൊക്കെ തമ്മിലായിക്കോട്ടെ, ഞാൻ സൈഡിൽ കൂടി അങ്ങനെ സിനിമയ്ക്ക് അഭിനയിച്ച് എനിക്ക് കിട്ടുന്ന ഇതും മേടിച്ച് ഞാൻ പോയിക്കോട്ടെ. ആ ഒരു മൈൻഡ് സെറ്റിൽ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട്. ഈ 2 റിയാക്ഷനും, കൃഷ്ണകുമാറിൻ്റെ റിയാക്ഷനും ഇന്ദ്രൻസിൻ്റെ റിയാക്ഷനും, പിന്നെ അതിലുള്ള ആളുകളുടെ ഒരു പേഴ്സ്പെക്റ്റീവും കമൻറ്റ് ബോക്സും ഇതൊക്കെ കണ്ട സമയത്താണ് എനിക്ക് ഈ 2 കാര്യം പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടോ.